തിരുവനന്തപുരത്ത് കാണാതായ ശുചീകരണ തൊഴിലാളി മാരായമുട്ടം സ്വദേശി 42 വയസ്സുകാരനായ ജോയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു. അങ്ങേയറ്റം പ്രയാസം നിറഞ്ഞ ഒരു രക്ഷാദൗത്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോടിൽ നടക്കുന്നത്. അവിടെ സ്കൂബ ഡൈവേഴ്സ് എത്തി നേരത്തെ തന്നെ പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ മാലിന്യ കൂമ്പാരം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് 180 മീറ്റർ നീളമുള്ള ടണലിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ആ മാലിന്യ കൂമ്പാരത്തിൽ വലിയൊരു ഭാഗം നീക്കം ചെയ്ത ശേഷം ഇപ്പോൾ സ്കൂബ ഡൈവേഴ്സ് വീണ്ടും ഇവിടെ എവിടെയെങ്കിലും ജോയിയുടെ ശരീരം കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഏതായാലും 6-6.5 മണിക്കൂറോളം നീണ്ട രക്ഷാദൗത്യത്തിനൊടുവിലും മാരായമുട്ടം സ്വദേശി ജോയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സൂചന നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമ്മളോടൊപ്പം ചേരുന്നു സലീം മാലിക്. സലീം, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഗോപി, ഈ രക്ഷാപ്രവർത്തനം അതിന്റെ 7-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. അഗ്നിരക്ഷാസേനയും ഒപ്പം തന്നെ നഗരസഭയും ഒക്കെ അതിന്റെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുള്ള അപ്പോഴും ഈ വെളിച്ചക്കുറവ് അല്പസമയത്തിനകം തന്നെ വെളിച്ചം പോകുമെന്നുള്ള ഒരു വലിയ പ്രതിസന്ധി അഗ്നിരക്ഷാസേനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 6:30 പരിശോധന മുങ്ങിയുള്ള തുടർ പരിശോധന ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ പരമാവധി ഈ ജോയിയെ കണ്ടെത്താനുള്ള ശ്രമമാണ് അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പരമാവധി ഈ മുങ്ങൽ വിദഗ്ധർ പരമാവധി ഈ ടണലിന്റെ ഒരു ഭാഗം വരെ പോയി അവിടെ തുടർന്ന് അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത വിധം ഈ മാലിന്യം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ജോയിയെ കണ്ടെത്താൻ കഴിയാതെ അവർ തിരികെ വന്നു. അതിനുശേഷം ഈ ടണലിന്റെ മറ്റൊരു വശത്ത്, രണ്ടാമത്തെ വശത്ത് പോയി അവിടെ ഏതെങ്കിലും തരത്തിൽ പരിശോധന സാധ്യമാണോ എന്നൊരു അന്വേഷണത്തിലാണ് ഇപ്പോൾ അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ, മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ തിരച്ചിൽ നടക്കുന്നതിന്റെ നേരെ വിപരീത വശത്ത് പോയി അവിടെ നിന്നും അത്തരത്തിലൊരു മുങ്ങൽ രക്ഷാ ദൗത്യം നടത്താൻ കഴിയുമോ എന്നുള്ള ഒരു പരിശോധന നടത്തുകയാണ്. അതും 6:30 മുൻപ് തന്നെ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതല്ല, ഈ സമയം കഴിഞ്ഞു പോയാൽ 6:30 കഴിഞ്ഞു പോയാൽ പിന്നീട് വെളിച്ചക്കുറവ് മൂലം ഈ മുങ്ങൽ നടക്കില്ല. അതിനപ്പുറത്തേക്ക് പിന്നീട് മാലിന്യം നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധന മാത്രമേ നടക്കൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. ഇവിടെ ലൈറ്റുകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. രാത്രിയിലും പരിശോധന